പല ഫെയർനെസ് ക്രീമുകളും നമ്മൾ വിചാരിക്കുന്നത് പോലെ തൊലി വെളുപ്പിച്ച സൗന്ദര്യം നൽകുക മാത്രമല്ല ചെയ്യുന്നത്. നമ്മുടെ ശരീരത്തിലെ മെർക്കുറിയുടെ അളവ് കൂട്ടും, വൃക്കകളെ തകരാറിലാക്കും. മെംബ്രേനസ് നെഫ്രോപ്പതി ഇത് ഒരു അപൂർവ വൃക്കരോഗമാണ്. ഈ വൃക്കരോഗത്തിന്റെ കാരണം ഫെയർനെസ് ക്രീമുകൾ എന്ന ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ. തൊലി വെളുപ്പിക്കുന്ന വ്യാജ ക്രീമുകളുടെ അപകടത്തെക്കുറിച്ച് നിരവധി പഠനങ്ങൾ നടക്കുന്നുണ്ട്. കേരളത്തിലും ഇതിന്റെ ഉപയോഗം, ഈ ഫെയർനെസ് ക്രീമുകളുടെ ഉപയോഗം വൃക്കരോഗത്തിലേക്ക് നയിച്ചതിനെക്കുറിച്ചുള്ള വാർത്തകൾ പലകുറി പുറത്തു വന്നിരുന്നു. ഇപ്പോൾ വരുന്ന വാർത്ത റായ്ഗഡിൽ നിന്നാണ്. ഇതുപോലൊരു സംഭവമാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. നവി മുംബൈയിലെ മെഡിക്കോവർ ആശുപത്രിയിലാണ് ഇത് സംബന്ധിച്ച കേസുകൾ റിപ്പോർട്ട് ചെയ്തത്. മെംബ്രേനസ് നെഫ്രോപ്പതി എന്ന അപൂർവ വൃക്കരോഗം സ്ഥിരീകരിച്ച 2 പേർ. ഇവരിലാണ് പരിശോധനകൾക്കൊടുവിൽ ഫെയർനെസ് ക്രീമാണ് വില്ലൻ എന്ന് തെളിഞ്ഞത്. ഒരു 24-കാരിയും ഒരു 56-കാരനും. ഇവരിലാണ് തൊലി വെളുക്കാൻ ഉയർന്ന അളവിൽ ലോഹമൂലകങ്ങൾ അടങ്ങിയ ഹെർബൽ ക്രീമുകൾ ഉപയോഗിച്ചത് പ്രശ്നമായത്. വൃക്കയ്ക്ക് കേടുവരികയും പ്രോട്ടീൻ മൂത്രത്തിലൂടെ നഷ്ടപ്പെടുകയും ചെയ്യുന്ന അവസ്ഥയാണ് മെംബ്രേനസ് നെഫ്രോപ്പതി. രാസവസ്തുക്കൾ നിറഞ്ഞ മറ്റു ഉൽപ്പന്നങ്ങളിൽ നിന്നും സുരക്ഷിതമായത് എന്ന് വിശ്വസിച്ചാണ് 2 പേരും ഇത് ഉപയോഗിച്ചു തുടങ്ങിയത്. ഡോക്ടർ നിർദ്ദേശപ്രകാരമാണ് 24-കാരിയായ യുവതി 8 മാസത്തോളം ഈ ഹെർബൽ ക്രീം ഉപയോഗിച്ചത്. 56-കാരൻ ഒരു ബാർബർ നിർദ്ദേശിച്ച പ്രകാരമാണ് 3 മാസത്തോളം ഈ ക്രീം ഉപയോഗിച്ചു വന്നത്. ഇരു ക്രീമുകളിലും ഹെർബൽ ഘടകങ്ങളെക്കുറിച്ച് മാത്രമേ പരാമർശിച്ചിട്ടുള്ളൂ. മരുന്ന് ചികിത്സയ്ക്കൊടുവിൽ 2 പേരിലെ മൂത്രത്തിലെ പ്രോട്ടീന്റെ അളവ് കുറഞ്ഞു, വൃക്കയുടെ പ്രവർത്തനം മെച്ചപ്പെടുകയായിരുന്നു. ഇരുവരും തക്ക സമയത്ത് ആശുപത്രിയിൽ എത്തിയതാണ് ഗുണം ചെയ്തത് എന്ന് ഡോക്ടർമാർ വ്യക്തമാക്കി. എല്ലാവർക്കും അങ്ങനെ ഒരു ഭാഗ്യം ചിലപ്പോൾ ലഭിച്ചു എന്ന് വരില്ല. വ്യാജ ഫെയർനെസ് ക്രീമുകളിൽ ശരീരത്തിന് ദോഷകരമായ നിരവധി രാസവസ്തുക്കളുണ്ട്. ഇവ അലർജിക്കും തൊലിപ്പുറത്തെ അർബുദത്തിനും കാരണമാകും. മുഖം വെളുപ്പിക്കുന്നവയും പ്രായം കുറച്ച് കാണിക്കുന്നവയുമായ സ്കിൻ ലേപനങ്ങൾ, സ്കിൻ ക്രീമുകൾ വിപണിയിൽ ധാരാളം ലഭ്യമാണ്. ഇതിലെ ചില ചേരുവകൾ നല്ലതാണ്, ചിലത് ശാസ്ത്രീയമായി പ്രൂവ് ചെയ്തതായിരിക്കും. ഉദാഹരണം വിറ്റമിൻ എ അങ്ങനെയൊക്കെ പറയുന്നത് പ്രൂവ് ചെയ്തതാണ്. ചിലതിൽ വിഷമുള്ള പദാർത്ഥങ്ങൾ, ഉദാഹരണം മെർക്കുറി പോലുള്ള മൂലകങ്ങൾ അടങ്ങിയിരിക്കാം. അങ്ങനെയുള്ള വ്യാജ ഉൽപ്പന്നങ്ങളും വരുന്നുണ്ട്. ത്വക്കിന്റെ ആ ഒരു സ്ഥിതി അനുസരിച്ച് 80% വരെ മെർക്കുറി ശരീരത്തിനുള്ളിലേക്ക് ആഗിരണം ചെയ്യപ്പെടാം. എണ്ണമയം കൂടുതലുണ്ടെങ്കിലോ മുറിവുകൾ ഉണ്ടെങ്കിലോ ഒക്കെ ഇതിന്റെ അളവ് കൂടും. ഇത് രക്തം വഴി ശരീരത്തിന്റെ മറ്റവയവങ്ങളിലേക്ക് പോകും. മെർക്കുറി പല ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കാം. വൃക്ക രോഗങ്ങൾ ഉൾപ്പെടെ നെഫ്രോട്ടിക് സിൻഡ്രോം എന്ന അവസ്ഥ വരെ ഉണ്ടാകാം. ഇത് മൂർച്ഛിച്ചാൽ വൃക്ക സ്തംഭനവും സംഭവിക്കാം. അതുകൊണ്ട് തന്നെ സൗന്ദര്യം കൂട്ടാൻ എന്ന ഉദ്ദേശത്തിൽ ഇത്തരത്തിലുള്ള വ്യാജ ക്രീമുകൾ വാങ്ങിച്ച് ഉപയോഗിക്കുന്ന സമയത്ത്, ഇത്തരത്തിലുള്ള ക്രീമുകൾ ഉപയോഗിക്കുന്ന സമയത്ത് ശ്രദ്ധാലുക്കളാകുക. കഴിയുന്നതും നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് പിന്നാലെ, സൗന്ദര്യവർദ്ധക വസ്തുക്കളായിട്ട് നമ്മൾ കരുതുന്ന നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം ഉപയോഗിക്കാൻ ശ്രമിക്കുക. ഇത്തരത്തിലുള്ള ക്രീമുകളുടെ പിന്നാലെ പോകാതിരിക്കുക. കാരണം ഇത്തരം റിപ്പോർട്ടുകൾ എപ്പോഴും നമ്മുടെ ശരീരത്തിന് നെഗറ്റീവായിട്ടുള്ള റിപ്പോർട്ട്സുകളാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തെ ദ്രോഹിക്കാൻ വേണ്ടി ഇത്തരത്തിലുള്ള ക്രീമുകൾ ഉപയോഗിക്കാതിരിക്കുക. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.